മുന്തൂർ കോട്ടമുകൾ ശ്രീ നന്ദനാർ മഹാദേവ ക്ഷേത്രത്തിലെ പരിവാര പ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും തിരുവാതിര മഹോത്സവവും പ്രതിഷ്ഠാ ദിനാഘോഷവും മാർച്ച് 7, 8, 9 തീയതികളിൽ നടക്കും. മുന്തൂർ കോട്ടമുകൾ ശ്രീ നന്ദനാർ മഹാദേവ ക്ഷേത്രത്തിലെ പരിവാര പ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും തിരുവാതിര മഹോത്സവവും പ്രതിഷ്ഠാ ദിനാഘോഷവും മാർച്ച് 7, 8, 9 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് പടിഞ്ഞാട്ട് ദർശനമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ ഒരു 2020 ചുറ്റമ്പലം പണിയാനായിട്ട് തറക്കല്ലിട്ടു. പക്ഷേ തറക്കല്ലിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോവിഡായി. 2 വർഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 2022 പണി സ്റ്റാർട്ട് ചെയ്തു. 3 വർഷം കൊണ്ട് ഇപ്പം ചുറ്റമ്പലം നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രം ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് ദേവപ്രശ്നം വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ദേവപ്രശ്നം വെച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദേവപ്രശ്നങ്ങളിൽ ക്ഷേത്രം നല്ല അഭിവൃദ്ധിയിലും നല്ല വളർച്ചയിലുമാണെന്ന് കണ്ടെത്തി. പക്ഷെ ചില പരിഹാരക്രിയകൾ പറഞ്ഞു. 4 ദിവസമായിട്ട് ക്ഷേത്രത്തിൽ അതിൻ്റെ പരിഹാരക്രിയകൾ നടക്കുകയായിരുന്നു. ഈ 7-ാം തീയതി ക്ഷേത്രമുറ്റത്തുള്ള പരിവാര പ്രതിഷ്ഠകൾ നടക്കുകയാണ്. ഇനി 7-ാം തീയതി നടക്കാൻ പോകുന്ന വളരെ വിശിഷ്ടമായ ഈ 16 ബലിക്കല്ലുകൾക്കും ചൈതന്യം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അടുത്ത വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ബ്രഹ്മശ്രീ പോത്തോപ്പുറം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ദേവപ്രശ്ന പരിഹാരക്രിയകളും ബിംബശുദ്ധി ചടങ്ങുകളും നിലവിൽ നടക്കുകയാണ്. മാർച്ച് 7 നടക്കുന്ന പരിവാര പ്രതിഷ്ഠ ഈ പ്രദേശത്തെ ദശാബ്ദങ്ങൾക്ക് ശേഷം നടക്കുന്ന അപൂർവ പ്രതിഷ്ഠാ ചടങ്ങാണ്. ചടങ്ങുകൾക്ക് ശേഷം പുതിയതായി പണി കഴിപ്പിച്ച ചുറ്റമ്പലം ഭഗവാന് സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PK ശാന്തൻ, സെക്രട്ടറി PP തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.